കേരളത്തെ മുഴുവൻ നടുക്കിയ പാലക്കാട് നെന്മാറ ഇരട്ടക്കൊലപാതക കേസിൽ ശിക്ഷാവിധി അല്പസമയത്തിനകം. ചെന്താമര എന്ന കൊടും കുറ്റവാളി നെന്മാറ പോത്തുണ്ടി സ്വദേശികളായ സുധാകരനെയും അമ്മ ലക്ഷ്മിയെയും കൊലപ്പെടുത്തി 1.5 വർഷമാകുമ്പോഴാണ് ശിക്ഷയിൽ വിധി വരുന്നത്. പാലക്കാട് അഡീഷണൽ സെഷൻസ് കോടതിയാണ് വിധി പ്രസ്താവിക്കുന്നത്. ചെന്താമരയെ കോടതിയിൽ എത്തിച്ചു. വിവരങ്ങളുമായി കോടതിയിൽ നിന്നും ഹരീഷ് നാരായൺ ചേരുന്നുണ്ട്. ഹരീഷ് സൂചിപ്പിച്ച പോലെ തന്നെ ചെന്താമരയെ കോടതിയിൽ എത്തിച്ചിട്ടുണ്ട്. കേരളം നടുക്കിയ ഒരു സംഭവമായിരുന്നു. ആ കേസിലെ ശിക്ഷാവിധി എന്താണ് എന്നുള്ളതാണ് കേരളം ഇനി ഉറ്റുനോക്കുന്നത്. തീർച്ചയായിട്ടും അമ്പിളി, ചെന്താമര ഇപ്പോൾ കോടതിയിൽ അകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ കേസ് വിളിച്ചിട്ടുണ്ട്. ഇപ്പോൾ തന്നെ കേസ് പരിഗണിക്കുമെന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏറ്റവും നിർണായകമായത് കോടതിയുടെ വിധി തന്നെയാണ്. ഏതു തരത്തിലുള്ള ശിക്ഷകളായിരിക്കും, ഏതൊക്കെ വകുപ്പുകളായിരിക്കും ചെന്താമരയ്ക്കെതിരെ കോടതി പുറപ്പെടുവിക്കുക എന്നുള്ളൊരു ആകാംക്ഷയാണ് പൊതുവെ എല്ലാവർക്കും ഉള്ളത്. ഒപ്പം തന്നെ പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞിരുന്നു പരമാവധി ശിക്ഷ ചെന്താമരയ്ക്ക് നൽകണം, അല്ലെങ്കിൽ അത് കൊടുക്കണം എന്നുള്ളൊരു കാര്യം പ്രോസിക്യൂഷൻ നേരത്തെ പറഞ്ഞിരുന്നു. അത് വധശിക്ഷയാണെങ്കിൽ അല്ലെങ്കിൽ ജീവപര്യന്തമാണെങ്കിൽ ഏറ്റവും പരമാവധി ശിക്ഷ ഏത് കൊടുക്കാൻ പറ്റുമോ അത് കൊടുക്കണം എന്നുള്ളത് പ്രോസിക്യൂഷൻ പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്ന് തെളിയുകയും ചെയ്തിരുന്നു. ഇന്ന് രാവിലെയാണ് ഇവിടെ മലമ്പുഴ പോലീസ് സ്റ്റേഷനിൽ നിന്നും ചെന്താമരയെ കോടതിയിലേക്ക് എത്തിച്ചത്. അല്പസമയം മുൻപാണ് കോടതിക്കകത്തേക്ക് ചെന്താമര പ്രവേശിച്ചത്. ഇനി ഈ കേസ് പരിഗണിക്കുമെന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കുന്നത്. അതിനുവേണ്ടിയുള്ള നടപടിക്രമങ്ങൾ കോടതിക്കകത്ത് നടക്കുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേസ് തന്നെയാണ്. കാരണം കേരളത്തെയും പാലക്കാടിനെയും ഒക്കെ നടുക്കിയ ഇരട്ട കൊലപാതക കേസ്. അതിന് മുൻപ് 2019 സുധാകരന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയ ആ ഒരു വൈരാഗ്യം വെച്ച് വീണ്ടും ജയിലിൽ നിൽക്കുകയും പിന്നീട് 2019 ജാമ്യം റദ്ദാക്കുകയും 2022 പുറത്തിറങ്ങി ഈ ജാമ്യം ലംഘിച്ചുകൊണ്ട് ഈ പോത്തുണ്ടിയിൽ താമസിക്കുകയും വീണ്ടും ഇരട്ട കൊലപാതകം നടത്തുകയും ചെയ്ത വലിയ ക്രിമിനൽ മൈൻഡുള്ള ഒരു വ്യക്തിയാണ്. മാത്രമല്ല ഈ ഒരു കൊലപാതകം നടത്തി പോലീസ് 2 ദിവസം തിരച്ചിൽ നടത്തിയതിന് ശേഷമാണ് ഈ ഒരു വനമേഖലയിൽ നിന്നും, ഈ പോത്തുണ്ടിയിലെ വനമേഖലയിൽ നിന്നും ഇയാളെ കണ്ടെത്താൻ സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കൃത്യമായ ക്രിമിനൽ മൈൻഡുള്ള, ആസൂത്രിതമായി കൊലപാതകം നടത്താൻ ശേഷിയുള്ള ഒരു വ്യക്തി കൂടിയാണ് ഇയാൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഇങ്ങനെയുള്ള ആളുകൾക്ക് പരമാവധി ശിക്ഷ കൊടുക്കണം എന്നുള്ളൊരു അത്തരമൊരു പരിഗണന കോടതിയും പുറപ്പെടുവിക്കും, അല്ലെങ്കിൽ അത്തരം ഒരു ഉത്തരവ് കോടതിയും പുറപ്പെടുവിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പൊതുവെ ബന്ധുക്കൾക്കും ഒപ്പം ഇത് കാണുന്ന നാട്ടുകാർക്കും ഒക്കെ തന്നെ ഉള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇനി കാത്തിരുന്ന് കാണേണ്ടതാണ്. കാരണം ഏത് തരത്തിലുള്ള വകുപ്പുകളാണ്, എത്രത്തോളം ശിക്ഷ ഇയാൾക്ക് ലഭിക്കുമെന്നതാണ്. ഒരു പക്ഷേ ഇന്ന് നടന്നില്ലെങ്കിൽ ഈ ഒരു വിധി അടുത്ത ദിവസങ്ങളിലേക്കോ മാറ്റാനും ഒരു സാധ്യതയുണ്ട്. കാരണം എല്ലാ കേസുകളും പരിഗണിച്ചതിന് ശേഷം അവസാനം മാത്രമാണ് ചെന്താമരയുടെ കേസ് കോടതി പരിഗണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരുപക്ഷേ ഈ വിധി ഇത് എന്തായിരിക്കുമെന്നുള്ളത് കാത്തിരുന്ന് കാണേണ്ടി വരും. ഒരുപക്ഷെ നാളെയിലേക്കോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലേക്കോ അത് മാറ്റാനുള്ള ഒരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാനാവില്ല. എന്തായാലും നിലവിൽ കേസ് കോടതി പരിഗണിക്കാൻ തുടങ്ങിയിരിക്കുന്നു. അങ്ങനെയെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഏത് തരത്തിലുള്ള ശിക്ഷാ നടപടികളായിരിക്കും കോടതി ഈ ചെന്താമരയ്ക്ക് നൽകുക എന്നുള്ളതാണ് വളരെ ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുന്നത്. ഏകദേശം 132ഓളം ദൃക്സാക്ഷികൾ ഇതിന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. പക്ഷേ അതിൽ അവസാന ഘട്ടമായപ്പോഴേക്കും 4 പേർ കൂറുമാറുന്ന ഒരു സാഹചര്യമുണ്ടായി. വലിയ വിപുലമായ ഒരു കേസ് റിപ്പോർട്ട് തന്നെയാണ് പോലീസ് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏകദേശം 480-ൽ പരം പേജുകളുണ്ട്. ഇത് ഈ ഫോറൻസിക് അതുപോലെയുള്ള രേഖകളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട്, തെളിവുകൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള അത്രയും വിപുലമായൊരു റിപ്പോർട്ട് തന്നെയാണ് പോലീസ് നൽകിയിരിക്കുന്നത്. ഇതെല്ലാം പഠിച്ചതിന് ശേഷം ഇതെല്ലാം മനസ്സിലാക്കിയതിന് ശേഷമാണ് ഇത്തരത്തിൽ ഇയാൾ കുറ്റക്കാരനാണ് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയും അത് കോടതിയിലേക്ക് എത്തുകയും ഇയാൾക്ക് ഏറ്റവും അർഹിക്കുന്ന തരത്തിലുള്ള, അല്ലെങ്കിൽ ഏറ്റവും വലിയ ശിക്ഷ ഏതാണോ അത് നൽകി കൊടുക്കണമെന്ന പ്രോസിക്യൂഷൻ്റെ ഒരു വാദത്തിലേക്കും എത്തിയത്. എന്തായാലും നിലവിൽ ഇപ്പോൾ ഈ ഒരു കേസ് പരിഗണിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ അറിയാം. ഒരുപക്ഷെ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കേസ് മുന്നോട്ട് തള്ളാനുള്ളൊരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ നാളെയോ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലേക്കോ ഇതിൻ്റെ വിധി മാറാനുള്ളൊരു സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ സാധിക്കില്ല. എന്തായാലും എല്ലാവരും ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. കേരളക്കാരെ ഒന്നടങ്കം ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. എന്ത് തരത്തിലുള്ള ശിക്ഷയായിരിക്കും, ഏത് വകുപ്പുകളായിരിക്കും ചെന്താമരയ്ക്ക് ഈ ഒരു കേസിൽ കോടതി ഉത്തരവിടുക, അല്ലെങ്കിൽ കോടതി വിധിക്കുക എന്നുള്ളൊരു കാര്യം ആകാംക്ഷയോടുകൂടി തന്നെ കാത്തിരിക്കുകയാണ്. വലിയ എല്ലാവരെയും നടുക്കിയ ഒരു കൊലപാതകം തന്നെയാണ് എന്ന് വേണം പറയാൻ. കാരണം 2 പേരെ കൊല്ലുന്നു, ആ ഒരു കത്തി വലിച്ചെറിയുന്നു, അത് പിന്നീട് പോലീസ് കണ്ടെടുക്കുന്നു. ദിവസങ്ങളോളം കാടിനുള്ളിൽ ഇയാൾ താമസിക്കുന്നു. ഇതൊക്കെ ഇയാളുടെ ഒരു ക്രിമിനൽ മൈൻഡ് തുറന്നു കാട്ടുന്ന ഒരു കാര്യം തന്നെയാണ്. ഇത്തരത്തിലൊരു വ്യക്തിക്ക് പരമാവധി ശിക്ഷ കൊടുക്കുക എന്നുള്ളൊരു കാര്യം മുൻപിലുണ്ട് കോടതിയുടെ. ഇത്തരം ആളുകളൊക്കെ ഇളവ് കൊടുത്താൽ അത് പിന്നീട് ഭാവിയിലേക്ക് പ്രശ്നമാകും. ഒരു മാതൃകാപരമായുള്ള ശിക്ഷ അയാൾക്ക് കൊടുക്കണം എന്നുള്ളൊരു
കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പ്രതീക്ഷയൊക്കെയാണ് കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്നും ഒപ്പം ഈ ആളുകളുടെ ഭാഗത്തുനിന്നും ഒക്കെ ഉള്ളത്. അതുകൊണ്ട് പരമാവധി ശിക്ഷ കൊടുക്കുക എന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായി ഈ ഒരു കേസിൽ കോടതിക്ക് ഇനി പരിഗണിക്കാനുള്ളത്. എന്തായാലും ആ ഒരു കേസ് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ വിധി ഉണ്ടാകുമോ, ഉണ്ടെങ്കിൽ ഏതൊക്കെ വകുപ്പുകളാണ്, ഏതൊക്കെ ശിക്ഷകളാണ്, അതല്ലെങ്കിൽ ഇനി നാളെയോ അല്ലെങ്കിൽ നാളെ കഴിഞ്ഞോ ആയിരിക്കുമോ വിധി എന്നതടക്കമുള്ള കാര്യങ്ങളിൽ തീരുമാനവും. നിലവിൽ ഇപ്പോൾ ഈ ചെന്താമരയെ കോടതിക്കുള്ളിലേക്ക് വിളിപ്പിച്ചിട്ടുണ്ട്. കേസ് പരിഗണിക്കുകയാണെന്നാണ് മനസ്സിലാക്കുന്നത്.